Hi there, let's start fresh with a new class today. This is Miss Raj here. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Boolean Algebra പറ്റിയിട്ടാണ്. This is the 6th chapter under the unit Discrete Structures and Optimization. നമുക്ക് നോക്കാം. സിലബസിൽ ആകെ 2 ടോപ്പിക്കേ ഈ ചാപ്റ്ററിനടിയിൽ വരുന്നുള്ളൂ. അതാണ് Boolean functions, its representations and simplifications of these Boolean functions. Both very simple topics ആണ്. നമ്മൾ രണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരു ക്വിക്ക് പേപ്പർ അനാലിസിസ് നോക്കുകയാണെങ്കിൽ 2 ടോപ്പിക്സിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രീവിയസ് 2 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. Boolean function and its representation. ഒരു ബൂലിയൻ ആൾജിബ്ര അല്ലെങ്കിൽ ബൂലിയൻ ആൾജിബ്രയിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്താണെന്ന് എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ്? ബൈനറി വേരിയബിൾസ്, ദാറ്റ് ഈസ് ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് എപ്പോഴും 0 or 1 ആയിരിക്കും. ഈ വേരിയബിൾസ് വെൻ കണക്റ്റഡ് യൂസിങ് ദ ലോജിക് ഓപ്പറേഷൻസ് പ്ലസ് ഇൻറ്റു ഓർ നെഗേഷൻ, അതിനെയാണ് ബൂലിയൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ബൂലിയൻ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യില്ലേ? ഫോർ എക്സാമ്പിൾ എക്സ് ഡോട്ട് വൈ, ആ എക്സിൻ്റെയും വാല്യൂയുടെ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് അനുസരിച്ച്, ദറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ ആർ 0 or 1, ദ ബൂലിയൻ ഫങ്ഷൻ ക്യാൻ ഹാവ് വാല്യൂസ് 0 or 1. 2 രീതിയിലാണ് ഈ ബൂലിയൻ ഫങ്ഷൻസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്നാൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് നമ്മുടെ എ പ്ലസ് ബി അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ്, ഇതെല്ലാം ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ്, റൈറ്റ്? ഇനി ഇതേ എക്സ്പ്രഷൻസിനെ നമുക്ക് ട്രൂത്ത് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്ത് 0 and 1 കോമ്പിനേഷൻസ് ഓഫ് വാല്യൂസ് കൊടുത്തിട്ട് ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫങ്ഷന് ഒരൊറ്റ ട്രൂത്ത് ടേബിൾ മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു വേരിയബിളിനെ നമുക്ക് 2 ഫോംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതെന്താണ്? എക്സ് ആൻഡ് എക്സ് ക്യാപ്പ്, ദറ്റ് ഈസ് എക്സും ദ നെഗേഷൻ ഓഫ് എക്സും. ഫോർ എക്സാമ്പിൾ, ഇഫ് എക്സ് ഇസ് ഈക്വൽ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സ് ഡാഷിൻ്റെ വാല്യൂ 1 ആകും, റൈറ്റ്? ആൻഡ് ഓൾവേസ് ബൂലിയൻ വേരിയബിൾസ് വിൽ ഓൺലി ഹാവ് വാല്യൂസ് 0 and 1. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ബൂലിയൻ ഫങ്ഷൻ്റെ കനോണിക്കൽ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോംസ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ബൂലിയൻ ഫങ്ഷൻ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് മെനി ബൂലിയൻ വേരിയബിൾസ്, റൈറ്റ്? സപ്പോസ് വി ഹാവ് n ബൈനറി വേരിയബിൾസ് ഇൻ ദ ബൂലിയൻ ഫങ്ഷൻ. അപ്പോൾ n വേരിയബിൾസിനെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്ത് കണക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തുമാത്രം കോമ്പിനേഷൻസ് ഉണ്ടാകാം? ബിക്കോസ് ഈച്ച് വേരിയബിൾ ക്യാൻ ടേക്ക് 2 ഫോംസ്. അതായത് ഫോർ എക്സാമ്പിൾ എ കോമ ബി കോമ സി കോമ എക്സെട്ര n, ഇങ്ങനെ n വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എ എന്ന വേരിയബിളിന് നമുക്ക് 2 ഫോമുണ്ട്, എയും എ ഡാഷും. സിമിലർലി ബി എന്ന വേരിയബിളിന് അഗൈൻ 2 ഫോംസ് ഉണ്ട്, എക്സെട്ര എക്സെട്ര. n എന്ന വേരിയബിളിനും 2 ഫോംസ് ഉണ്ടാവും, n ആൻഡ് n ഡാഷ്. ഇങ്ങനെ നോക്കുമ്പം നമ്മൾ കോമ്പിനേഷൻ ആ തിയറി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 2 raised to n കോമ്പിനേഷൻസ്, റൈറ്റ്? ഇപ്പം നമുക്ക് 2 വേരിയബിളേ ഉണ്ടായിരുന്നെങ്കിൽ 2 raised to 2, ദറ്റ് ഈസ് 4 കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. 3 വേരിയബിൾസ് ഉണ്ടായിരുന്നെങ്കിൽ 2 raised to 3, 8 കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം നെക്സ്റ്റ് ഒരു ട്രൂത്ത് ടേബിൾ കാണിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് പറഞ്ഞുതരാം. ഇനി സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ്, സ്റ്റാൻഡേർഡ് സം, 2 ടേംസാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ടേംസ്. നമ്മൾ നേരത്തെ 2 raised to n കോമ്പിനേഷൻസിനെ പറ്റി പറഞ്ഞു. എന്ത് കോമ്പിനേഷൻസാണ്? ഈ ഓരോ ടേമിനെയും ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്ത് കണക്റ്റ് ചെയ്യുമ്പോൾ 2 raised to n കോമ്പിനേഷൻസ് കിട്ടും. ഇതുപോലെ തന്നെ ഓർ ഓപ്പറേഷൻ, ദാറ്റ് ഈസ് പ്ലസ് ഓപ്പറേഷൻ യൂസ് ചെയ്ത് കണക്ട് ചെയ്താലും 2 raised to n കോമ്പിനേഷൻസ് വേറെ കിട്ടും, റൈറ്റ്? അപ്പോൾ ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്ത്
2n കോമ്പിനേഷൻസ് ഉണ്ടാകുന്നതിനെയാണ് ഓരോ ടേമിനെയും മിൻ ടേം എന്ന് പറയും. ഓക്കെ, ആൻഡ് വെൻ ഓർ ഓപ്പറേഷൻ ഇസ് യൂസ്ഡ് ടു കണക്ട് ദീസ് വേരിയബിൾസ് ഇറ്റ് ഈസ് കോൾഡ് എ മാക്സ് ടേം. നോർമലി UGC നെറ്റ് ട്രെൻഡിൽ മിൻ ടേംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത്. സ്റ്റിൽ നമുക്ക് മാക്സ് ടേം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, റൈറ്റ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാമേ. എക്സ് ആൻഡ് വൈ, രണ്ട് വേരിയബിൾസ് ഉണ്ട്. എക്സിന് രണ്ട് ഫോംസ് ഉണ്ട്, എക്സ് ആൻഡ് എക്സ് ഡാഷ്. വൈൻ്റെ രണ്ട് ഫോംസാണ് വൈ ആൻഡ് വൈ ഡാഷ്. ഈ എക്സാമ്പിളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് എക്സ് വൈ ഡാഷ് എന്ന എക്സാമ്പിൾ. അപ്പോൾ എക്സിന് എന്ത് വാല്യൂ വരും, വൈ ഡാഷിന് എന്ത് വാല്യൂ വരും എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 1 ആൻഡ് വൈൻ്റെ വാല്യൂ 0. ഈ കോമ്പിനേഷനിൽ ട്രൂത്ത് ടേബിളിൽ വരുന്ന ആൻസർ ആയിരിക്കും ഈ ഒരു ടേമിൻ്റെ കംപ്ലീറ്റ് വാല്യൂ. ദാറ്റ് ഈസ് എക്സ് 1 ആയിരിക്കുമ്പോൾ വൈ ഡാഷ് 0 ആണ്. അപ്പം 1.0 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്തായി കിട്ടി, 0 എന്ന് കിട്ടി. സ്റ്റിൽ ഇതൊരു മിൻ ടേം ആണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തത്. അതേപോലെ ഇതേ ടേംസ്, ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ഡാഷിൻ്റെ മാക്സ് ടേം ആണ് എക്സ് പ്ലസ് വൈ ഡാഷ്, റൈറ്റ്? ഇതെന്തായിരിക്കും? ഇറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 1 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 1. കണ്ടോ, മിൻ ടേം ആൻഡ് മാക്സ് ടേം ഓഫ് ദ സെയിം വേരിയബിൾസ്, രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് തരുന്നത്, കറക്റ്റ്? നെക്സ്റ്റ് നമുക്ക് 3 വേരിയബിൾസ് ഉള്ളപ്പോൾ വരുന്ന മിൻ ടേം ആൻഡ് മാക്സ് ടേം കോമ്പിനേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനൊരു ക്ലിയർ ഐഡിയ കിട്ടും. ഇവിടെ നമുക്ക് കാണാം 3 വേരിയബിൾസ് എക്സ് വൈ ആൻഡ് ഇസഡ് ആർ യൂസ്ഡ്. അപ്പോൾ 3 വേരിയബിൾസ് ഉള്ളപ്പോഴത്തേക്ക് എത്ര കോമ്പിനേഷൻസ് വരാം? 2⁻3 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 കോമ്പിനേഷൻസ്. ആ കോമ്പിനേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 0 0 0 0 0 1 എക്സെട്ര 1 1 1 വരെ. ഓക്കെ, ഇനി ഓരോ കോമ്പിനേഷൻ്റെയും മിൻ ടേം ആൻഡ് മാക്സ് ടേം അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ, എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ്, അതാണ് മിൻ ടേം ഓഫ് ദ ഫസ്റ്റ് എൻട്രി ഓർ ഫസ്റ്റ് കോമ്പിനേഷൻ. ബിക്കോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എക്സ് ഡാഷ് ആണ്, വൈ ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് വൈ ഡാഷ് ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇസഡ് ഡാഷ്. ദാറ്റ് ഈസ് ദ കറസ്പോണ്ടിങ് മിൻ ടേം വുഡ് ബി എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് ഫോർ ദ ഫസ്റ്റ് എൻട്രി. സിമിലർലി ലാസ്റ്റ് എൻട്രി നോക്കാം, 1 1 1. 1ൻ്റെ എക്സ് ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് മിൻ ടേമിൽ ആ എക്സ്പ്രഷനിൽ എക്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു ഇസഡ്. ഓക്കെ, ഇനി ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, മിൻ ടേംസിൻ്റെ കോമ്പിനേഷൻസിൻ്റെ വാല്യൂ 1 വരുന്നത് M0 M1 M2 ആൻഡ് M3 ആണ്. റെസ്റ്റ് ഓഫ് ദ മിൻ ടേം 0 ആണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കവിടെ പറയാൻ പറ്റും ഡെസിഗ്നേഷൻസിൽ ഫസ്റ്റ് 4 എൻട്രീസ് ദാറ്റ് ഇസ് M0 M1 M2 M3 അത് സെറ്റായിരിക്കും ടു 1 ആൻഡ് റെസ്റ്റ് ഓഫ് ഇറ്റ് വിൽ ബി 0. അപ്പോൾ ആ ഒരു ഫങ്ഷൻ എന്തായിരിക്കും? ദ ഫങ്ഷൻ വുഡ് ബി 1 എന്ന വാല്യൂ വന്ന കറസ്പോണ്ടിങ് കോമ്പിനേഷൻസ് ആയിരിക്കും, കോമ്പിനേഷൻസ് ദാറ്റ് ഇസ് മിൻ ടേംസിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും ആ ഒരു ബൂലിയൻ ഫങ്ഷൻ. ഇവിടെ ഫസ്റ്റ് 4 എൻട്രീസ് ആണ് 1 എന്ന് സെറ്റ് ആകുന്നതെങ്കിൽ ദ ഫങ്ഷൻ വുഡ് ബി എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് പ്ലസ് എക്സ് ഡാഷ് വൈ ഇസഡ് ഡാഷ് പ്ലസ് എക്സ് ഡാഷ് വൈ ഇസഡ്. ഇത് നമ്മൾ ഫർദർ സ്ലൈഡ്സിൽ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് മാക്സ് ടേംസ്. മാക്സ് ടേം വരുമ്പോഴത്തേക്ക് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആ ഒരു ടേമിനെ എക്സ് എന്നായിരിക്കും കാണുന്നത്. ഓക്കെ, ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 1, ആ 1 എന്ന വാല്യൂ വേരിയബിളിന് കിട്ടുമ്പോഴത്തേക്ക് ഇൻ ദ മാക്സ് ടേം ഇറ്റ് വിൽ ഹാവ് ദ നെഗേഷൻ പാർട്ട് ഓർ ദ നെഗേഷൻ ഫോം, ഇറ്റ് ഈസ് എക്സ് ഡാഷ് എന്നായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡെസിഗ്നേഷൻസ് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് നോക്കാം, കാണുമ്പോൾ മനസ്സിലാവും മിൻ ടേമിൻ്റെ കറസ്പോണ്ടിങ് കോംപ്ലിമെൻ്റ് ആണ് മാക്സ് ടേം, കറക്റ്റ്? ഫസ്റ്റ് ടേം നോക്കണേ, ഫസ്റ്റ് എൻട്രി നോക്കുമ്പോഴത്തേക്ക് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ്, ഇതിൻ്റെ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് മാക്സ് ടേം, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ദിസ് ഈസ് എ വെരി ഈസി മെത്തേഡ് ടു റിമെമ്പർ ദിസ് ഫോം. ഇനി സ്റ്റാൻഡേർഡ് ഫോംസ് ആണ്. നമ്മൾ നേരത്തെ ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ലേ?
ദാറ്റ് ഈസ് M0 M1 M2 M3 ഇത് 4 സെറ്റ് ചെയ്തു 1ലേക്ക്. ബാക്കിയെല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളത് അവിടെ പറഞ്ഞായിരുന്നല്ലോ. അതിനെയാണ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. 2 ടൈപ്പിലെ സ്റ്റാൻഡേർഡ് ഫോംസ് ഉണ്ട്. സം ഓഫ് പ്രോഡക്ട്സ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സം. SOP ആൻഡ് POS. SOP ഒന്നുമല്ല, വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ മിൻ ടേംസ് ഓഡ് ടുഗെദർ. ദാറ്റ് ഈസ് മിൻ ടേംസിനെ പ്ലസ് സൈൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അത് സം ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയും. പ്രോഡക്റ്റ് ഓഫ് സംസ് എന്ന് പറഞ്ഞാൽ മാക്സ് ടേംസിനെ ആൻഡ് ഓപ്പറേഷൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിളിൽ കാണാം SOP ഒരു ടേം, അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? x' പ്ലസ് XY പ്ലസ് YZ'. ഇത് ഒരു SOP ആണ്. POS പറയുമ്പോഴത്തേക്ക് അത് മാക്സ് ടേംസിൻ്റെ ആൻഡ് ഓപ്പറേഷൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി സപ്പോസ് ക്വസ്റ്റ്യനിൽ എ സം ഓഫ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് എ ബൂലിയൻ ഫങ്ഷൻ വിച്ച് ഇസ് എ സം ഓഫ് പ്രോഡക്ട്സ്, ഈ ഒരു ടേം തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? ദർ ഇസ് എ വെരി ഈസി മെത്തേഡ് വിച്ച് ഇസ് കോൾഡ് ദ കാർനോഗ്സ് മാപ്പ് ഓർ K-map മെത്തേഡ്. ഒന്നുകിൽ ആ ഒരു ഫങ്ഷനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ദിസ് വിൽ ഓൺലി ടേക്ക് സെക്കൻഡ്സ് ആക്ച്വലി ടു സിംപ്ലിഫൈ എ ഹോൾ ഫങ്ഷൻ. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ പഠിച്ചതുപോലെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു കുഞ്ഞു ടേമിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. പക്ഷേ അതിലും നല്ലത് നമുക്ക് ഡയറക്റ്റായിട്ടൊരു K-map യൂസ് ചെയ്ത് അതിൽ നിന്ന് കോമൺ കോമ്പിനേഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സിംപ്ലിഫൈഡ് ഫോം ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഇവിടെ ഇപ്പോൾ പറയാം. ഇനി എപ്പോഴും നമ്മൾ K-map ചൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്പർ ഓഫ് വേരിയബിൾസ് പ്രസൻറ്റ്. അതിനനുസരിച്ചുള്ള K-map ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇഫ് ദർ ആർ ഓൺലി 2 വേരിയബിൾസ് നമ്മളൊരു 2x2 K-map ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇഫ് ദർ ആർ 3 വേരിയബിൾസ് 8 കോമ്പിനേഷൻസ്, ദാറ്റ് ഈസ് 2⁻³ ഈക്വൽ ടു 8 കോമ്പിനേഷൻസ് ഇല്ലായിരുന്നു നേരത്തെ. കോമ്പിനേഷൻസ് ഓഫ് മിൻ ടേംസ് ആൻഡ് മാക്സ് ടേംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈച്ച് മിൻ ടേം ഓർ മാക്സ് ടേമിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 8 സെൽസ് ഉള്ള ഒരു K-map ആയിരിക്കും ഇവിടെ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2x4, അതായിരിക്കും അതിൻ്റെ ഷേപ്പ്. സിമിലർലി വെൻ 4 വേരിയബിൾസ് ആർ ദർ, എങ്ങനെയായിരിക്കും അത് ചൂസ് ചെയ്യുന്നത്? 2⁻⁴ ഈക്വൽ ടു 16. ദാറ്റ് ഈസ് 16 cells to represent each of the min-term and max-term combinations. അതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു K-map ചൂസ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മിൻ ടേംസ് ഓർ മാക്സ് ടേംസ്, ആ മിൻ ടേംസിൻ്റെയും മാക്സ് ടേംസിൻ്റെയും കറസ്പോണ്ടിങ് സെല്ലിൽ 1 എന്ന് എഴുതണം. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മിൻ ടേംസ് മാത്രം നമ്മൾ സെറ്റ് ചെയ്യുക ടു 1, ബാക്കിയുള്ളിടത്ത് 0 എന്ന് ഫില്ല് ചെയ്യണം. യൂഷ്വലി UGC ക്വസ്റ്റ്യൻസിൽ മിൻ ടേംസിൻ്റെ കോമ്പിനേഷൻസ് ആയിരിക്കും ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ മിൻ ടേംസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും പവേഴ്സ് ഓഫ് 2, ദാറ്റ് ഈസ് 2⁻1, 2⁻2, 2⁻3, ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കേണ്ടത്. ഇറ്റ് ഈസ് ഗ്രൂപ്പ്സ് ഓഫ് 1, ഗ്രൂപ്പ്സ് ഓഫ് 2, ഗ്രൂപ്പ്സ് ഓഫ് 4, ഗ്രൂപ്പ്സ് ഓഫ് 8, ഗ്രൂപ്പ്സ് ഓഫ് 16, ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. എന്താണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? വൺസ്, അഡ്ജസൻ്റായിട്ട് വൺസ് വരുന്ന ഗ്രൂപ്പ്സ്, അതാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 2 1 മാത്രമേ, 2 1s അഡ്ജസൻ്റായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അതിനെ ഗ്രൂപ്പ് ഓഫ് 2 ആക്കാം. സപ്പോസ് ഒരു ബോക്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ 1s അഡ്ജസൻ്റായിട്ട് വന്നു, അപ്പോൾ അതിനെ ഒരു ഗ്രൂപ്പ് ഓഫ് 4 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാക്സിമം മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ്സ് വേണം എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാനുള്ളത്. അതാ പറഞ്ഞേക്കുന്നത്, സ്റ്റാർട്ട് ഫ്രം ഹയസ്റ്റ് പവർ ഓഫ് 2 ആൻഡ് അപ് ടു അറ്റ്ലീസ്റ്റ് പവർ ഓഫ് 2, അപ് ടു ദ ലീസ്റ്റ് പവർ ഓഫ് 2. അപ്പോൾ ഹയസ്റ്റിൽ നിന്ന് ലീസ്റ്റിലേക്ക് വരണം എന്നർത്ഥം. ഇനി ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം.
ഓരോ ഗ്രൂപ്പിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന മിൻ ടേം നമ്മൾ കാണണം. അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ടേം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എടുത്തെഴുതും. ആൻഡ് ദെൻ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദ സം ഓഫ് മിൻ ടേംസ്. അതായത് ഓരോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദ മിൻ ടേംസിനെ ആഡ് ചെയ്ത് പോകും എന്നർത്ഥം. നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് എ K-map ഫോർ 2 വേരിയബിൾസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, എഫ് ഓഫ് എക്സ് വൈ ഇസെഡ് അതെന്താണ്? 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ K-map എത്രയായിരിക്കും? എന്ത് ലെങ്ത് ആയിരിക്കും അതിനുള്ളത്? It will have 8 cells because it has 3 variables. There will be 2 raised to 3 combinations of min terms. അതുകൊണ്ട് 8 cells ഉണ്ടാവും. Is equal to sum of 0, 4, 5. This means min terms. നേരത്തെ നമ്മൾ ഡെസിഗ്നേഷൻ കണ്ടായിരുന്നല്ലോ, M0, M1, M2, M3, M4. അപ്പോൾ അതിനകത്ത് M4, M5, M6, M7, M8 ഇത്ര എണ്ണം ഉണ്ടായിരുന്നു. ഇതിനകത്ത് 0th, 4th ആൻഡ് 5th മിൻ ടേംസ്. ഓക്കെ, ഇതിൻ്റെ സമ്മാണ് ഈ ഒരു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് സം ഓഫ് പ്രോഡക്ട്സ്. സം ഓഫ് ദ മിൻ ടേംസ് ആണ് എഫ് ഓഫ് എക്സ് വൈ ഇസെഡ്, ദ ബൂലിയൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു K-map നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇഫ് ഇറ്റ് ഹാസ് 4 റോസ് 4 കോളംസ് അങ്ങനെ 4 എണ്ണം വെച്ച് വരുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നെയിമിംഗ് കൺവെൻഷൻ അത് നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിരിക്കണം. അതെങ്ങനെയാണ്? നമുക്ക് 4/4 ദാറ്റ് ഈസ് 4 വേരിയബിൾസ് ഉള്ള കേസിൽ K-മാപ്പിനകത്ത് എങ്ങനെയാണ് മിൻ ടേംസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 0, 1, 2, 3, 4 അങ്ങനെ ഒരു ഓർഡർ ആയിരിക്കും. ആ ഓർഡർ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് ആ ഡെസിഗ്നേഷൻ വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് M0, M1 അതിൻ്റെ 0, 1 വാല്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ 4 വേരിയബിൾസ് വരുമ്പോഴത്തേക്ക് 4 റോസ് 4 കോളംസ് ഇങ്ങനെ എല്ലായിരിക്കും K-map വരുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആ മിൻ ടേംസിൻ്റെ ഓർഡർ ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് റോയിൽ 0, 1, 3, 2. ഓക്കെ, സെക്കൻഡ് റോയിൽ ഓർഡർ 4, 5, 7, 6. പിന്നെ നമ്മൾ തേർഡ് റോ ലീവ് ചെയ്തിട്ട് 4th റോ ഫില്ല് ചെയ്യാം. 4th റോ ഫില്ല് ചെയ്യുമ്പം നമ്മൾ നേരത്തെ 7 വരെ ഫില്ല് ചെയ്തല്ലോ, ബാക്കി 8, 9, 11, 10. അതായത് ലാസ്റ്റ് 2 ടേംസ് നമ്മൾ തിരിക്കുന്നു, അത്ര ഇവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ലീവ് ചെയ്ത തേർഡ് റോ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് 12, 13, 15, 14. ഓക്കെ, ഇത് ഒരു ബോക്സ് വരച്ചിട്ട് അതിനകത്ത് എഴുതി നോക്കിയാൽ മാത്രമേ ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു K-map വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തേ ഉള്ളൂ, ദാറ്റ് ഈസ് K-map ഫോർ 2 വേരിയബിൾസ്. അപ്പോൾ അതിനകത്ത് 8 സെൽസ് വരയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മിൻ ടേംസ് ഫില്ല് ചെയ്യേണ്ട ഓർഡർ 0, 1, 3, 2, 4, 5, 7, 6 എന്നായിരിക്കും. അപ്പം അതിനകത്ത് 0th പൊസിഷൻ, 4th പൊസിഷൻ ആൻഡ് 5th പൊസിഷനിൽ നമ്മൾ ഫില്ല് ചെയ്തു, 1s കൊണ്ട് ഫില്ല് ചെയ്തു. ആക്ച്വലി ഇവിടെ ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്കല്ല, നമ്മൾ നെയിം ചെയ്യുമ്പോഴത്തേക്ക് എക്സ് താഴെ എഴുതി YZ മുകളിൽ എഴുതിയായിരുന്നെങ്കിലേ നമ്മുടെ ഈ ഒരു നെയിമിംഗ് കൺവെൻഷൻ കറക്റ്റായിട്ട് വരുള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ എക്സ് താഴെ എഴുതി YZ K-മാപ്പിൻ്റെ മുകളിൽ എഴുതിയാൽ ഈ 0, 1, 3, 2, 4, 5, 7, 6 ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് വന്നേനെ. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ബൂലിയൻ വാല്യൂസ് ഫില്ലായി വന്നേനെ. ഓക്കെ, എങ്ങനെ വന്നാലും ഈ ഒരു ഷേപ്പായിരിക്കും വരുന്നത്. ജസ്റ്റ് വാല്യൂസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുന്നേ ഉള്ളൂ. സ്റ്റിൽ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പം ഇങ്ങനെ മാത്രമേ കമ്പൈൻ ചെയ്ത് വരുള്ളൂ. ഇനി ഇതിൽ കാണാം ഹയസ്റ്റ് പവേഴ്സ് ഓഫ് 2 വെച്ച് നമ്മൾ കോമ്പിനേഷൻസ് നോക്കുന്നു. അപ്പോൾ ഇതിനകത്ത് 8 സെൽസ് ഉണ്ട്, ദാറ്റ് ഈസ് 2 raised to 3 is equal to 8. ആ 8 വാല്യൂസും 1ആയി വരുന്ന കോമ്പിനേഷൻ ഉണ്ടോ? ഇതിലില്ല. ഇനി 4 വാല്യൂസ് ഒരുമിച്ച് ഗ്രൂപ്പായി വരുന്ന കോമ്പിനേഷൻസ് ഉണ്ടോ? അതുമില്ല. ഇനി 2 വാല്യൂസ് ഗ്രൂപ്പായി വരുന്ന കോമ്പിനേഷൻസ് ഉണ്ടോ? ഉണ്ട്.
ഏതൊക്കെയാണ്? ലാസ്റ്റിലെ 1 1ഉം പിന്നെ നമുക്ക് ഇതിനെ ടേൺ അറൗണ്ട് ചെയ്യാം. ടേൺ അറൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ലാസ്റ്റിലെ 1ഉം ഫസ്റ്റിലെ 1ഉം കൂടി ഒന്നിച്ച് ഒരു ഗ്രൂപ്പാകും. ഓക്കെ, ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് മിൻ ടേംസ് എഴുതിയെടുക്കും. ഈ ഒരുമിച്ചിരിക്കുന്ന 1 1 ഇല്ലേ ലാസ്റ്റിൽ, ദറ്റ് ഈസ് 1 0 എന്ന വാല്യൂവിന് അടിയിൽ വരുന്ന ആ ടേംസ് നോക്കാം. അപ്പോൾ അതിനകത്ത് സെഡിൻ്റെ വാല്യൂ 0യും 1ഉമാണ്, റൈറ്റ്, ആ ഒരു ഗ്രൂപ്പിൽ. അതുകൊണ്ടത് ക്യാൻസലായി പോവും. പിന്നെ ബാക്കി എന്താണുള്ളത്? എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈയുടെ വാല്യൂ ആണ് 1 0, വിച്ച് മീൻസ് എക്സ് വൈ ഡാഷ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ കറസ്പോണ്ടിങ് സിംപ്ലിഫൈഡ് മിൻ ടേം ആണ് എക്സ് വൈ ഡാഷ്. ഓക്കെ, ഇനി ടേൺ അറൗണ്ട് ചെയ്തിട്ട് 2 വാല്യൂസ് ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റിലുള്ള 1ഉം ലാസ്റ്റിലുള്ള 1ഉം. ഇത് രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്തപ്പം എക്സിൻ്റെ വാല്യൂ 0 ആൻഡ് 1 എന്നായി. വൈയുടെ വാല്യൂ 0 ആൻഡ് 0 ആണ്. സെഡിൻ്റെ വാല്യൂ 0 മാത്രമാണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ക്യാൻസലായി പോകുന്നത്? കോമൺ ആയിട്ട് വരുന്നത്, കോമൺ അല്ല, എക്സ് ആൻഡ് എക്സ് ഡാഷ് വരുന്നുണ്ട് ഇവിടെ. എക്സിൻ്റെ വാല്യൂ 0യും 1ഉം വരുന്നതുകൊണ്ട് അത് 0 ആയി ക്യാൻസലായി പോകും. ബാക്കി വരുന്നത് സെഡും വൈയും മാത്രമാണ്. വേർ സെഡിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0. therefore y ഡാഷ് z ഡാഷ്. അപ്പോൾ രണ്ടും കൂടി ഇനി കമ്പൈൻ ചെയ്യുമ്പോൾ y ഡാഷ് z ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, കെ മാപ്പ് ഫോർ 2 വേരിയബിൾസ് ഇതാണ്. ബട്ട് നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസ് ആർ ആസ്ഡ് ഫ്രം കെ മാപ്പ് ഫോർ 4 വേരിയബിൾസ്. ഓക്കെ, ഇതും സിമിലർ രീതിയിൽ തന്നെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. വേർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പൊസിഷൻസിൽ മിൻ ടേംസ് കൊണ്ട് ഫില്ല് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഗ്രൂപ്പ്സ് ഇൻ ദ പവർ ഓഫ് 2 ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഹയസ്റ്റ് ഗ്രൂപ്പ്സ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ 4 ഗ്രൂപ്പ്സ് ഉള്ളത് മാത്രം ഒന്ന് നോക്കാം ഇവിടെ. അപ്പോൾ 1 1 1 1 ഒന്നിച്ച് സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ട് 1 വരുന്നുണ്ട്. അപ്പോൾ അതിനെ 1 ഗ്രൂപ്പ് ഓഫ് 4 ആക്കാം. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് 2 ഗ്രൂപ്പ്സായിട്ട് തന്നെ തിരിക്കുന്നതിന് പകരം ഒറ്റ ഗ്രൂപ്പ് ഓഫ് 4 ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ വേരിയബിളിൻ്റെയും വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ നോക്കാം. എക്സിൻ്റെ വാല്യൂ 0 1 1 0 എന്നാകും. ആ ഒരു റോയിൻ്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് ആണ് നോക്കുന്നത്, അതായത് 1 വരുന്ന എക്സിൻ്റെ വാല്യൂസ്. ഓക്കെ, വൈയുടെ വാല്യൂ നോക്കാം. വൈയുടെ വാല്യൂ എന്താണ്? 0 മാത്രം, റൈറ്റ്. വൈ സെഡ് കോമ്പിനേഷൻ 0 1 ഉള്ള റോ ആണ് 1 ആയിരിക്കുന്നത്, റൈറ്റ്. അപ്പോൾ വൈയുടെ വാല്യൂ 0, സെഡിൻ്റെ വാല്യൂ 1, ഡബ്ല്യൂയുടെ വാല്യൂ 0 0 1 1. അതായത് ഓരോ തവണ വെച്ചത് ക്യാൻസലായി പോകും. ഒരു 0 1 ക്യാൻസലാകുന്നു, മറ്റേ 0 1 ക്യാൻസലാകുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഡബ്ല്യു ഇസഡ് എന്ന കോമ്പിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ആയിപ്പോയി. ആൻഡ് ആ റോയിന് ജസ്റ്റ് ഇറ്റ് ഇസ് എ ഫോം ഓഫ് വൈ ഇസഡ്, സോറി, വൈയുടെയും ഇസഡിൻ്റെയും മിൻ ടേം കോമ്പിനേഷൻ മാത്രമായിരിക്കും ആ റോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് 0 1, വിച്ച് മീൻസ് വൈ ഡാഷ് ഇസഡ്. അപ്പോൾ ആ റോ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? വൈ ഡാഷ് ഇസഡ്. സിമിലർലി ബാക്കിയും ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് മിൻ ടേംസ് കിട്ടും. ഇതിൻ്റെ എല്ലാം സം ആയിരിക്കും ദ സിംപ്ലിഫൈഡ് ബൂലിയൻ ഫങ്ഷൻ. നെറ്റിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂലിയൻ ഫങ്ഷൻസ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. അതിനായിട്ട് താഴെ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. Anyways, thank you for your time and have a nice day.